ఫిలాసఫీలో 4 పాయింట్స్ ఉంటాయి. అందులో ఈ రోజు మనము ఎథిక్స్ గురించి చెప్పుకుంటున్నారు. ఎథిక్స్ అంటే ఏంటి? nam చేసేలో పనిలో రైట్ ని రైట్ అని అంటారు, రాంగ్ ని రాంగ్ అని అంటారు. అదే ఎథిక్స్. మేడం సర్ప్రైజ్. ఫర్ ఎగ్జాంపుల్ ఎక్సైట్మెంట్. ఒక రోడ్డు మీద ఒక బిచ్చగాడు బిచ్చం అడుగుతుంటే ఒకరు పాపమని బిచ్చం వేస్తారు, ఇంకా ఒకరు బాగానే ఉంటారు కదా, పని చేసుకోవచ్చు కదా అని ఉంటారు. మేడం డిస్కస్డ్. అండ్ కట్. എക്സ്ക്യൂസ് മീ, അനുഭവൽ ഞാനിപ്പോൾ നിങ്ങൾ സീൻ കണ്ടിരുന്നു, നല്ലൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. മാഡത്തിൻ്റെ 1-2 പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാര്യമില്ലാണ്ട് എക്സ്പ്രഷൻ ഇങ്ങനെ വാരി വലിച്ചിടാൻ, ഒരു ഫീൽ, ഒരു വെയിറ്റ് ഇല്ല. ഈ ക്ലാസിക്കൽ ഡാൻസിന് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് വെറുതെ അല്ല. അത്ഭുതം എന്ന് പറഞ്ഞപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു അത്ഭുതം. പിന്നെ ആ വിഡ്ഢിയായിട്ടുള്ള ഡയറക്ടർ പുച്ഛം എന്ന് പറഞ്ഞപ്പോൾ വൃത്തിയായിട്ട ഒരു പുച്ഛം. ഇതൊക്കെ എങ്ങനെ ഞാൻ ഉപദ്രവിക്കാൻ വേണ്ടി പറഞ്ഞല്ല, ഒന്ന് സഹായിக்கலாம் വിചാരിച്ച് പറഞ്ഞതാ. Who the hell are you? കോംപ്ലക്സ് ക്വസ്റ്റ്യനാണ്, സിമ്പിളായിട്ട് പറഞ്ഞ ബാല. പാലോ തൈരോ ഇപ്പൊ തൻ്റെ അടുത്ത് ആരോ അഭിപ്രായം ചോദിച്ചില്ലല്ലോ. ഇല്ല അങ്ങനെയൊന്നുമില്ല, അത് കണ്ടു കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞതാ. തനിക്ക് പരിചയമില്ലാത്ത ഒരാളുടെ അടുത്ത് അങ്ങോട്ട് കയറി കുറ്റം പറയാം. അടിപൊളി. ഇത് തന്നെയാണ് എൻ്റെ ഉമ്മയും പറയാറുള്ളത്. ഒരു കാര്യമില്ലാണ്ട് മറ്റുള്ള കാര്യത്തിൽ കയറി അഭിപ്രായം പറയാറ്. പിന്നെ അത് ഞാൻ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാണ് കേട്ടോ, ബിക്കോസ് ഞാനൊരു ആക്ടിങ് കോച്ചാണ്. താനാണോ ഡേവിഡിന്റെ ആക്ടിങ് കോച്ച്? എങ്ങനെ മനസ്സിലായി ഞങ്ങൾ പരമരഹസ്യമായി വെച്ചിരിക്കുന്ന സത്യം? ഞാൻ ചിലരെയൊക്കെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാറുണ്ട്. കുറ്റമാണ് കഴിഞ്ഞോ? ഇറ്റ്സ് ഓക്കേ, ബൈ. സാരമില്ല, പറഞ്ഞേക്ക്. എന്താ എൻ്റെ പെർഫോമൻസിനെ പറ്റി പറയാനുള്ള ആക്ടിങ് കോച്ച്? അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, ശരിയാക്കാം. മരത്തിനെ കണ്ടാൽ തന്നെ അറിയാം, മരത്തിൻ്റെ ജീവിതത്തിലോ ശരീരത്തോ ഇന്നവരെ അഴുക്കോ ചെളിയൊന്നും പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ എങ്കിൽ അഴുക്ക് പറ്റാത്തൊരു അഭിനയം. ഫോർ എക്സാമ്പിൾ, അയ്യേ ആ പിള്ളേർ വയറും നമ്മളുടെ റിയാക്ഷൻ, അതിന് പകരം ഈ റിയാക്ഷൻ ഇട്ടിരുന്നെങ്കിൽ അടിപൊളിയായ ബാല ആക്ടിങ് കോച്ച്. അയ്യോ ഇതെന്തു പറ്റി? ഒന്നുമില്ല, ചെറിയൊരു പരിക്ക്. ഹോസ്പിറ്റലിൽ പോണ്ടേ? ഹോസ്പിറ്റലൊന്നും പോകണ്ട, പെയിൻ കില്ലർ അടിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലൊക്കെ പോയ ഷൂട്ട് തുടങ്ങും. ആണോ? അല്ല എൻ്റെ പെർഫോമൻസ് കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? ഞാൻ കണ്ടിട്ടാ പോയത്. എന്നിട്ട് എവിടെ പോയി? അപ്പുറത്ത് തെലുങ്കുവരത്തിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു. നിങ്ങളുടെ പഴയ നടിയില്ലേ ആൻബാവ, അവരുണ്ട് അവിടെ. നല്ല രസമുണ്ട് കേട്ടാ. അവളുണ്ടോ അവിടെ? ആ ഉണ്ട്, അവിടെ ഉണ്ട്. മരച്ചു സാരി കൊടുത്തിരിക്കുന്നുണ്ട് അവിടെ. ഓ നല്ല വർക്കുണ്ടല്ലോ, നോക്കണ്ട് ഇതൊക്കെ. ശരി, ആൾക്കാരോട് ഇങ്ങോട്ട് വരാൻ പറയാം. അവിടെ കൂട്ടം കൂടി നിൽക്കണ്ടെന്ന് പറയാം. ഇന്ദ്രൻസ് ചേട്ടൻ ഫാമിലി അവിടെ നിന്ന് വളർത്തലെന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദേവിക ആ ടൈം ഒറ്റക്ക് പോകുന്നു. അവിടെ അതിലൊരു സഞ്ചി ഉണ്ട്, ആ സഞ്ചിയിലേക്ക് തീവ്രവാദി കൊണ്ടിട്ട് പോകുമ്പോൾ പ്ലാൻ ചെയ്യും. സഞ്ചിയിലോട്ട് വെക്കുന്ന സമയത്ത് ഒരു ടൈറ്റ് റേഞ്ചിലോട്ട് പോയിട്ട് അവിടെ കട്ട് ചെയ്താൽ പ്ലാസ്റ്റിക്കിൽ മാസ്റ്റർ ആയിക്കോളൂ. മാസ്റ്റർ ആയിക്കോളും. ഡേവിഡ് സാറ് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് പഠിച്ചോണ്ടിരിക്കുക. നന്നായതല്ല, നന്നാക്കിയതാ. പൊളിച്ച് അതൊക്കെയാണ് അത്. പക്ഷേ സങ്കടം കുറച്ചും കൂടി ഉള്ളിൽ നിന്ന് വരണം. ചില അത് ഉള്ളിൽ നിന്ന് വരണം, നമ്മൾ ഇവോക്ക് ചെയ്യണം. ഇയാൾ കുറേ നേരം തീയറി പറയുന്നു, ഒന്ന് ചെയ്ത് കാണിച്ചേ, ഞാൻ അതുപോലെ ചെയ്യാം. അങ്ങനെ പെട്ടെന്ന് എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അത് വായിക്കണ്ടേ, അതിന് കുറച്ച് സമയം എടുക്കും. എത്ര മിനിറ്റ് എടുക്കും? മിനിറ്റ് അങ്ങനെ പക്ഷേ കാണിച്ചു കൊടുക്ക്. കാണിക്കുന്നത് നിങ്ങൾ എന്താ കാണിക്കണത്? ഒരു പ്രാവശ്യം കാണിക്കാം, പിന്നെ ചെയ്യാൻ പറയരുത്, ഒറ്റ പ്രാവശ്യം കാണിക്കാം. മതി. ഓക്കെ. ഇല്ലാത്ത പരിപാടിയാണ്, പരിപാടിയൊക്കെ ആയതുകൊണ്ടാണ്. കുറച്ച് എക്സ്ട്രീം ആയിരിക്കും, ലൈറ്റ് അല്ല, കുറച്ച് എക്സ്ട്രീം ആയിരിക്കും, അതുകൊണ്ടാണ്. ഓക്കെ.
പിന്നെ കുട്ടിയുടെ ഇയാൾ കാണിക്കാൻ പറ്റും, കാണിക്കണം. കുറെ നേരമായി. ഞാൻ പറഞ്ഞ ലക്ഷ്യമായി പിന്നെ ലൈറ്റ് എല്ലാം നീ തെച്ചിരിക്കുന്നു, ഞാൻ തെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കണ ഞാൻ ഈ മോശം കാണിക്കാൻ തന്നെ മരിക്കണം. നിന്റെ ഭാഗ്യമാണ്, നിന്റെ ഈ സായിബാബുട്ടുള്ള ഫേസ് ഇല്ലേ, അത് തന്നെ ഒരു ട്രാജഡി. ചേട്ടൻ എന്താ ശരിക്കും കുറെ നേരമായിട്ട് കണ്ണോടക്ക് നോക്കി കണ്ണോടക്ക് ഗംഭീരായി ഗംഭീരായി ഗംഭീരായി. ഹലോ ഹലോ എന്തുണ്ട്? മാസ്റ്റർ പൊളിക്കാണല്ലോ. ഫൈറ്റ് ബ്ലാസ്റ്റ് ചെയ്യാൻ ഓക്കെ അല്ലേ? വെരി നൈസ്. വന്നോ? വേണ്ട, അടിപൊളിയായിരുന്നു. അടിപൊളി. എക്സ്ട്രീമായ പിന്നെ ഓടൂ കൂടും. നല്ല റിവെഞ്ച് ഒക്കെ ഉണ്ട്. പിന്നെ പെർഫോമൻസ് സീനാണ്. കോച്ച് പോണില്ലേ? ഫൈറ്റ് സീക്വൻസ് ഇപ്പൊ ബ്ലാസ്റ്റ് സീനാണ്. ഇപ്പൊ ഞങ്ങളിപ്പോ മരിച്ചു ആവും. ഫുൾ തീർത്തോട്ടോ, ഫുൾ വായിച്ചു. ഇത്ര പെട്ടെന്നാ? അപ്പൊ ശരി. ഓക്കെ. ഹലോ, എന്താ കൊടുക്കണേ? എങ്ങനെയുണ്ടായിരുന്നു? പറ, എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കണ്ടില്ല. എവിടെയായിരുന്നു? അനുഭവം നടന്നത്. എന്നെ പഠിപ്പിക്കാൻ വന്നാണോ അവളെ പഠിപ്പിക്കാൻ വന്നാണോ? അതങ്ങനെ പുസ്തകമൊക്കെ കൊടുക്കലും വാങ്ങലൊക്കെ? അയ്യേ, അതിന്റെ പാഠപുസ്തകമൊന്നുമല്ല. മഞ്ഞ് ആധുനികമാണല്ലേ? ഏയ്, അത്ര വലിയ ആധുനികമൊന്നുമല്ല. 1960 പ്രസിദ്ധീകരിച്ച. MD ഒന്നും വായിക്കാറില്ലല്ലേ? നമുക്കൊന്നും പുസ്തകമൊന്നും തരാൻ ആരുമില്ലേ? തന്നിരിക്കുന്നു, വെച്ചോ. ഒരു രാജമല്ലി. Mr. Robin, you are surrounded. നിങ്ങൾക്ക് തെറ്റി സർക്കിൾ പോലീസ്. നിങ്ങൾ എന്നെയല്ല വളർന്നിരിക്കും, ഞാൻ നിങ്ങളെ. അതെ, ഞാൻ നമ്മുടെ സംവിധായകന്റെ കൂടെ ആ പൈസ കേട്ടോ, ഗംഭീരമായിട്ടുണ്ട്. അത് വലിയ അഭിപ്രായം. പിന്നെ അങ്ങനെയല്ലേ വരുള്ളേ? ആരെ പഠിപ്പിച്ച അല്ല, അതിന് സന്തോഷത്തിന്റെ ഭാഗമായിട്ട് 2 രൂപ അടിച്ചാലോ? ഹോട്ടലിലേക്ക് പോവാം. ഹോട്ടലില്ല, ബാറിൽ പോവാം.
ഏയ് ബാറിലൊന്നും പോണ്ട, നാളെ രാവിലെ 8:30 ഫ്ലൈറ്റ് ഉള്ളൂ. അങ്ങനത്തെ ഒരു വ്യവസ്ഥ ഒരു ആക്ടർക്ക് പാടില്ലെന്ന്. എന്താ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്യണം. ദൈവമേ, നാളെ കൊച്ചിയിലെ കോളേജിന്റെ പ്രോഗ്രാം കമ്മിറ്റ് ചെയ്തിട്ടുള്ളതാ. എല്ലാരും കൂടി വെള്ളമടിച്ച് പോയിട്ടെ വാ. കേറ് കേറ്, ബാറെങ്കിൽ ബാർ കേറ്. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കർ. അത് വിടണം, അത് വിടണം. താൻ ഓരോരോ ക്യാരക്ടർ ഇങ്ങനെ പറക്കിയെടുത്ത് ഇങ്ങനെ മാറ്റി വെക്കണം. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കർ അത് മരിക്കണം. തനിക്ക് എന്നെ എത്ര കാലമായിട്ട് അറിയാം? ഞാൻ അങ്ങനെ ഓസിന് സൂപ്പർ സ്റ്റാർ ആയതൊന്നുമല്ല. ഞാൻ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടാ സിനിമ വന്നത്, കുറെ അധ്വാനിച്ചിട്ടാ സൂപ്പർ സ്റ്റാർ ആയത്. ഇനി അച്ഛൻ വേഷം, അമ്മാവൻ വേഷം ചെയ്യണോ? കൂട്ടുകാരൻ വേഷം, അളിയൻ വേഷം, വില്ലൻ വേഷം ചെയ്യണോ? കുഞ്ഞു പടം ചെയ്യണോ? നടക്കില്ല. എടോ, എന്റെ ആദ്യത്തെ 3 പടം സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരുന്നോ? ഒരെണ്ണം ഇൻഡസ്ട്രി ഹിറ്റും. അത് ചെയ്തു ഞാൻ തന്നെയല്ലേ? ആദ്യത്തെ 3 സൂപ്പറായിരുന്നു. അന്ന് താൻ ഫ്രഷ് ആയിരുന്നു. താനൊരു സാധാരണക്കാരനായിരുന്നു. ജനങ്ങളുടെ കൂടെ ഇങ്ങനെ ഇഴുകിച്ചേരാൻ പറ്റുമായിരുന്നു. താൻ എന്ന് സൂപ്പർ സ്റ്റാറായി അന്ന് തൻ്റെ പണി പാളി. മോനെ, ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ്. അതൊരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. താൻ ഈ അടുത്തോളം ചെയ്തതിൽ അവസാനമായിട്ട് അയ്യേ എന്താണ് എന്തോ കിളിയുടെ ആസനമുള്ളത്? എന്താണ്? സിംഹാസനം. ഗരുഡ സിംഹാസനം. ആ, ഗരുഡ സിംഹാസനം. എൻ്റെ അമ്മോ, അതൊന്നും ഒരാൾക്കും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ആ, അത് താനല്ല അമീർ ഖാൻ ചെയ്താൽ പോലും അത് ഫ്ലോപ്പ് ആയിരിക്കും. സത്യമായിട്ടത്. നമ്മുടെ ആയുഷ്മാൻ ഖുറാനെ കണ്ടിട്ടില്ലേ? എന്ത് രസമായിട്ടാണ് കഥകളൊക്കെ തിരഞ്ഞെടുക്കുന്നത്. എടോ, താൻ ഇത്ര വലിയ സുന്ദരൻ, സുമുഖൻ, ഇത്ര ഹൈറ്റൊക്കെ ഇല്ലേ? എന്നിട്ട് അങ്ങനെ ഒന്നും ചെയ്യേണ്ട തന്നില്ല. ഇപ്പം എൻ്റെ കയ്യിലോട്ട് കിട്ടിയിട്ടേ ഉള്ളൂ. നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ശരിയാക്കി എടുക്കാം ട്ടാ. അതൊക്കെ ശരിയാണ്, പക്ഷെ താൻ ശരിയല്ല. തൻ്റെ ഇവിടുത്തെ പരിപാടികളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എന്ത്? എടോ, ഇത്രയും കാലമായിട്ട് താൻ എനിക്കൊരു പുസ്തകം തന്നിട്ടുണ്ടോ? പുസ്തകം? താനിവിടെ പലർക്കും പുസ്തകം കൊടുത്തൊക്കെ ഞാൻ അറിയുന്നുണ്ട്. താൻ കുറിച്ച് ഓവറ. താൻ എവിടെ പോകും? ആരോറാണ്? താനാണ് ഓർ. ഇരിക്കവിടെ. ഞാൻ ഒന്ന് മുള്ളാൻ പോവാണ്. അതിനും തന്റെ കോച്ചിങ് വേണം. അല്ലെങ്കിൽ ഞാൻ തന്നു വിടാം. കൊണ്ടോ ഒഴിച്ചിട്ടുണ്ടോ? അപ്പൊ അവിടെ ഇരിക്കേ. വന്നിട്ട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അങ്ങനെ പറഞ്ഞു. തനിക്ക് എന്റെ സൂപ്പർ സ്റ്റാർ എടുത്ത് കളയണമല്ലേ? സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കലാറാണ്. ഞാൻ നാളെ കാണിച്ചുതരാം കേട്ടോ. അല്ല, മാഷേ മാഷേ മാഷേ, ഇത് മറ്റവനല്ലേ ഡേവിഡ് പടിക്കൽ? നീ എവിടെ? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല. നിനക്കൊരു നൈസിനെ അറിയാൻ പാടില്ലേ? ഏത് നൈസാ? കുറ്റം ഉണ്ടായിരുന്നില്ല സാറാ. നീ അവളെ നൈസായിട്ട് ട്യൂൺ ചെയ്തില്ലേ കൊച്ചു കള്ള? നീ പറയുന്നു നൈസിനെ എനിക്ക് അറിയാൻ പാടില്ല, അവന്റെ കുറ്റീനെ എനിക്ക് അറിയാൻ പാടില്ല. നീ ഇവിടെ നിൽക്കുന്ന കാരണം എനിക്ക് മൂത്രം ഒഴിക്കാനും പറ്റുന്നില്ല. ഓ, അങ്ങനെ ആവട്ടെ. സാറാ, ഓയ്യോ, മോശമായി പോയി, വളരെ മോശമായി. എടാ, പാൽക്കുപ്പി വേണവേ? ഇടിച്ച് നിന്റെ മോന്ത ഞാൻ ചമ്മന്തിയാക്കും. നീയൊക്കെ ഏതാടാ? എടാ, ഞാനാടാ ഉനൈസിന്റെ ഫ്രണ്ട്.
എന്താടാ നിനക്ക് സുട്ടൂന് അറിയില്ല അല്ലേ? അറിയിക്കാം. എന്താണ് പ്രശ്നം? എനിക്ക് സുട്ടൂനെ അറിയില്ല. ഏതാണ് ചുട്ടു? ഉനൈസിനോട് എന്റെ അന്വേഷണം പറയണം. പറയാം. സാറോട് ഒരു സോറി കേട്ടാ. വാ